ഇത് പൊന്മുടി ഡാമിൻ്റെ താഴ്വശത്തായിട്ടുള്ള ഒരു ആട്ടുപാലമാണ്. ആ പാലം രണ്ട് വടത്തേലാണ് നിർമ്മിച്ചിരിക്കുന്നത്. പൊന്മുടി ഡാമിൽ നിന്ന് വരുന്ന ഇപ്പോൾ ഡാം തുറന്നു വിട്ടിട്ടുണ്ട്, അവിടെ നിന്ന് വരുന്ന വെള്ളം അത്. ഒരുപാട് ആൾക്കാർ കാഴ്ചക്കാരൊക്കെ ആയിട്ട് വരുന്നുണ്ട്. ഗസ്റ്റുകളുണ്ട്, ഇഷ്ടം പോലെ ഒരുപാട് പേരുണ്ട് കേട്ടോ. അതിമനോഹരമായ കാഴ്ച. ഒരുപാട് പേര് വരുന്നുണ്ട്. വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യാനൊന്നും സമ്മതിക്കില്ല. സെക്യൂരിറ്റി പോലീസ് അങ്ങനെയൊന്നുമില്ല. നല്ല ഇതുണ്ട്. ഇവിടെ ഒരു കമ്പി ഇങ്ങനെ ക്രോസ് വെച്ചിട്ടുണ്ട്, വണ്ടിയൊന്നും ഇതിൽ കയറി വരാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കമ്പിക്ക് ഇപ്പുറത്തേക്ക് വണ്ടി കടന്ന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ ഇങ്ങനെ ഒരു പൈപ്പൊക്കെ വെച്ച് വെൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് അവിടുന്ന് വരുന്നത്. ഒരു ആഴക്കാട്ടിൽ നിന്ന് വരുമ്പോൾ ഇങ്ങോട്ട് ആട്ടുപാലത്തേക്കുള്ള വഴിയാണ്. ഇതിൽ പോന്നാലും വണ്ടി ഇങ്ങോട്ട് കടന്നു വരില്ല, തിരിച്ചു പോകണം. അപ്പോൾ ഇത് അങ്ങോട്ട് തിരിച്ചു പോകുമ്പോൾ പാലത്തിൻ്റെ അടിവശം, പാലത്തിൻ്റെ അടിയിൽ കൂടെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ കാഴ്ചയാണത്. നല്ല പതഞ്ഞ് പൊങ്ങി നല്ല ക്ലിയറാണ് വെള്ളം വരുന്നത്. നല്ല ക്ലിയറായിട്ടാണ് വെള്ളം വരുന്നത്. ഇതിൻ്റെ അടിയിലൊക്കെ ഇറങ്ങി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കാറുണ്ട്. വെള്ളമൊന്നും ഇല്ലെങ്കിൽ അടിയിൽ നിന്ന് കാണുന്ന വ്യൂ ഭയങ്കര സെറ്റപ്പാണ്. ഇപ്പോൾ ഡാം തുറന്നു വിട്ടുകൊണ്ടാണ് ഇത്രയും വെള്ളം വന്നേക്കുന്നത്. ഇത് നമ്മുടെ കല്ലാർകുട്ടി ഡാമിലേക്ക് പോകുന്ന വെള്ളമാണ്. അങ്ങനെ തുറന്നു വിട്ടു. ഇപ്പോൾ വെള്ളത്തൂല് മറ്റേ ഒരു ചെക്ക് ഡാം ഒരെണ്ണം പണിയുന്നുണ്ട്. ഇപ്പം പണി നിർത്തി വെച്ചേക്കുവാന്ന് തോന്നുന്നു. കുറച്ച് ദിവസമായിട്ട് അവിടെ പണിയുന്നൊന്നും കാണുന്നില്ല. നല്ലൊരു കാഴ്ച തന്നെയാണ്. പിന്നെ ഫോട്ടോ എടുക്കാനൊക്കെ ഒരുപാട് പേര് വരുന്നുണ്ട്. ചേട്ടാ നമ്മുടെ കൂട്ടത്തിൽ വന്ന ആള്, പുള്ളിയുടെ വണ്ടിക്കാണ് ഞങ്ങൾ വന്നത്. ഇവിടെ ഒരുപാട് പേര് ഫോട്ടോ എടുക്കുന്നുണ്ട്. അതുകൊണ്ട് അവിടെ ഭയങ്കര ഒച്ചയൊക്കെ ആയതുകൊണ്ട് ഭയങ്കര സൗണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ഞങ്ങളവിടെ ഒന്ന് സംസാരിക്കാതെയൊക്കെ ഫോട്ടോ എടുത്തുകൊണ്ട് വന്നു. പിന്നെ ഇവിടെ ഒരു ബലൂൺ കെട്ടി വെച്ചിട്ടുണ്ട്. അവിടെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാനുള്ള ഒരു 2 ഗണ്ണും ഒരു എയർ പിസ്റ്റളാന്ന് തോന്നണേ, ഒരു സാധനമൊക്കെ ആയിട്ട് ഒരാളവിടെ ഉണ്ട്. എത്ര രൂപ എന്നാന്നൊന്നും അറിയില്ല. അതുണ്ടോ ഒരു ഗണ്ണ്. ആ ഗണ്ണ് അതൊരു ഫോട്ടോ എടുക്കാൻ നോക്കിയിട്ട് ഒരു വീഡിയോ പിടിച്ചിട്ട് എന്ന് ചോദിച്ചപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ ആ ഗണ്ണിൻ്റെ ആ പോയിൻ്റെ ആ ബലൂണിൻ്റെ ഇതിലേക്കാണ് കൊടുക്കണത് കേട്ടോ. ഭയങ്കര സംഭവം. ആരും അങ്ങനെ കൊള്ളിക്കുന്നൊന്നുമില്ല. 1-2 ബലൂണൊക്കെ പൊട്ടിയിട്ടുണ്ട്. ഞാൻ കുറേ നേരം അവിടെ വെയിറ്റ് ചെയ്ത് നോക്കി, ആരും കൊള്ളിക്കുന്നൊന്നുമില്ല അതിലേക്ക്. എത്ര രൂപ എന്നാന്നൊന്നും അറിയില്ല. ഞങ്ങൾ വരുന്ന സമയം ഭയങ്കര തിരക്കാറുന്നുണ്ട്. അത് കയറാനൊക്കെ ഭയങ്കര പാടായിരുന്നു. പിന്നെ അവരൊക്കെ ആളുകളൊക്കെ ഒരു കുറഞ്ഞതിന് ശേഷമാണ് പോയത്. പിന്നെ ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട്. എല്ലാ സാധനങ്ങളും മേടിക്കാനുള്ള കടകളുണ്ട്. തുണിയുണ്ട്, ബനിയനുണ്ട്, കളിപ്പാട്ടങ്ങളുണ്ട്, എല്ലാ സാധനമുണ്ട്. ഇതേട്ടാ സൈഡിൽ നിന്നിട്ടുള്ള വ്യൂ കേട്ടോ അത്. ആ പാലത്തിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ ഇങ്ങനെ കാണുകയും ചെയ്യാം. പാലത്തിൻ്റെ ഏറെക്കുറെ ആദ്യമൊക്കെ ഇതിൻ്റെ പലകയെല്ലാം ഇളകി കിടന്നിട്ട് ഇപ്പോൾ ഈ ഗസ്റ്റുകളൊക്കെ വരാൻ തുടങ്ങിയ പിന്നെ അതൊന്ന് മെയിൻ്റെനൻസ് ചെയ്ത് നല്ല തകിടൊക്കെ വെച്ച് നല്ല ബലം ആക്കി എടുത്തിട്ടുണ്ട് പാലം. എന്തായാലും
അതിൻ്റെ അടിഭാഗത്തുള്ള വ്യൂ ആണ്. അതുകൊണ്ട് അപ്പുറത്ത് നിന്ന് സോഡ കൊണ്ടുവന്നിട്ട് ചുമന്നുകൊണ്ട് പോകുന്നു. വണ്ടി ഇപ്പുറത്തേക്ക് അടുത്ത് വിടില്ലാത്തോട്ട്. ആ വെള്ളം ഒഴുകുന്നതും അവിടെ കുറേ ചപ്പൊക്കെ നിൽക്കുന്ന കാരണം അത് വ്യക്തമായിട്ട് കാണാൻ പറ്റുന്നില്ല. ഇതിങ്ങനെ മുകളിൽ നിന്ന് ഡാം തുറന്നു വിട്ടേക്കുന്ന വെള്ളം അങ്ങനെ പതഞ്ഞ് കുത്തി ഒഴിച്ച് വരുന്ന കാണാൻ നല്ല ഭംഗിയാണ്. ഇവിടെ ഇതായിട്ട് ആ വടം, ആ പാലത്തിൻ്റെ മെയിൻ വടമാട്ടോ ഇത് ഈ കാണുന്നത്. മെയിൻ വടം ഇതേലാണ് ആ റോപ്പ് ഫിറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. ഈ കോൺക്രീറ്റ് ഭിത്തിയിൽ ഇതിങ്ങനെ അങ്ങോട്ട് പോവുകയാണ്. ഈ രണ്ടെണ്ണം നല്ല ഇതുണ്ടോ, ഇത് രണ്ടെണ്ണം നല്ല സ്ട്രോങ് ആയിട്ട് ഇത്രയും കോൺക്രീറ്റ് കാറ്റിലാണ് നിൽക്കുന്നത്.